നീ അധികം വെളച്ചിലെടുക്കണ്ട. പണ്ട് നിന്റെ മുമ്പിൽ തോറ്റ് പിന്മാറിയ ശ്യാമല്ല ഈ നിൽക്കുന്നത്. ഇനി എന്റെ നേരെ നിന്ന് കളിച്ചാ പിന്നെ ഒരു കളി കളിക്കാൻ നീ ബാക്കിയുണ്ടാവില്ല. ഈ ശ്യാം പ്രകാശ് പഴയ ആളല്ല. അധികം പറയേണ്ട നീ. സോനയുടെ മരണത്തെ പറ്റി എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാ നീ. പിന്നെ പിന്നെ എന്റെ മകളെ വെച്ച് നീരേറ്റിലെ സോനയുടെ സ്വത്ത് തട്ടിയെടുക്കാനാണ് നിന്റെ പുറപ്പാടെങ്കിലേ. അമ്മു എന്റെ മോള. വളർത്തുമകളായാലും അവളുടെ അമ്മ എന്നെ ഏൽപ്പിച്ചത് അവളെ. അവളുടെ മേൽ എനിക്ക് എല്ലാ അവകാശവും അധികാരവും ഉണ്ട്. ഇനി നീ അമ്മുവിനെ കാണുകയോ ഫോൺ ചെയ്യുകയോ ചെയ്താ പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനായിരിക്കില്ല, എന്റെ കൂടെയുള്ള മറ്റു ചിലരായിരിക്കും. അതാരാണോ ഈ മറ്റു ചിലര്? ഓ, കൂലി ഗുണ്ടകളായിരിക്കും. വഴക്കിടാൻ പണ്ടേ അത്ര മടിയുള്ള ആളല്ല ഞാൻ. നിനക്കത് അറിയാലോ. നിന്റെ ഭീഷണി കൊണ്ട് ഞാൻ പിന്മാറുന്നു എന്ന് കരുതണ്ട. ഒരു കാര്യം നീ മനസ്സിലാക്കിയോ, സ്വസ്ഥമായിട്ടൊരു കുടുംബജീവിതം നയിക്കുന്ന ആളാണ് ഞാൻ. അങ്ങോട്ട് കയറി വന്ന് എൻ്റെ സ്വസ്ഥ തന്നെയാ. എന്നെ കാണാൻ പലതവണ അമ്മക്കുട്ടി എൻ്റെ വീട്ടിൽ വരിക ചെയ്തത്. ആരുടെ ജീവിതത്തിൽ കയറി ഇടപെടാനൊന്നും എനിക്കിപ്പോൾ താല്പര്യമില്ല. അമ്മ എൻ്റെ ചോരയാ. ആ സ്നേഹം ഇല്ലാതാക്കാനൊന്നും നിനക്ക് കഴിയില്ല. പക്ഷെ അവൾ എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കണമെന്നേ ഉള്ളൂ എനിക്ക്. എന്ന് വെച്ച് സ്വത്തിന് വേണ്ടി എൻ്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാനാണ് നിന്റെ പരിപാടിയെങ്കിലേ പ്രദീപിന്റെ പഴയ സ്വഭാവം ഞാൻ പുറത്തെടുക്കും. എൻ്റെ മോളെ അങ്ങ് വെറുതെ വിട്ടേക്ക്. ഇല്ലെങ്കിൽ ഏത് ഗുണ്ടകളെ നീ വിട്ടാലും നിനക്കൊരു ചുക്കും ചെയ്യാനാവില്ല. മാത്രമല്ല, അധികം വൈകാതെ നീ ഇവിടം വിട്ട് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോയിക്കോണം. ഇല്ലെങ്കിൽ സുധീഷില്ലേ ഇവിടെ? സുധീഷ് ഓഫീസിൽ പോയിട്ട് വന്നില്ലല്ലോ മോളെ. അതിന് ഓഫീസിലേക്കല്ലല്ലോ പോയത്, ഹോട്ടൽ മുറിയിലേക്കല്ലേ. മോൾ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോൾ ആരാ? കമ്പനിയിലുള്ളതാന്നോ? കമ്പനിയിലുള്ളതായിരുന്നെങ്കിലേ അപ്പൊ തന്നെ നിങ്ങളുടെ മോനെ അടിച്ചു വെളിയിലാക്കിയേനെ. ഇത്തിരി ചൊല്ലി വിളിക്ക് വളർത്തായിരുന്നല്ലേ നിങ്ങക്ക്? എന്റെ ഈശ്വരന്മാരെ, അവൻ എന്താ ചെയ്തേ? കുഴപ്പം വലുതും ഉണ്ടാക്കിയോ? ഇതിൽ കൂടുതൽ എന്ത് കുഴപ്പം വരാനാ? നാണോ മാനോ ഇല്ലാത്ത പണി തുടങ്ങിയിരിക്കല്ലേ. മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച് ഹോട്ടൽ മുറിക്കകത്ത് നിങ്ങളുടെ മോന്റെ അഴിഞ്ഞാട്ടം കണ്ട് ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞതാ. അതിവിടെ വന്ന് പറഞ്ഞില്ലെങ്കിലേ അത് എന്റെ ഭാഗത്തുള്ള തെറ്റാവൂലെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ മോളെ അവൻ കമ്പനി പോവാതെ ഹോട്ടൽ മുറിയിലിരുന്ന് ചെയ്തേ? അതൊക്കെ ഒരു പെറ്റമ്മയോട് പറയാൻ പറ്റൂ? എന്തിന്? സംസ്കാരമുള്ള ആർക്കും അതൊന്നും പറയാൻ പറ്റില്ല. ആ മഹാനെ എനിക്കൊന്ന് കാണണം നേരിട്ട്. 2 വാക്ക് ചോദിക്കാതെ ഇന്ന് എനിക്ക് ഉറക്കം വരില്ല. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം മോളെ? അത് മോൻ വരുമ്പോ ചോദിക്കുന്ന നല്ലത്. എന്തായാലും 1000-ൽ ഒരുത്തി അല്ല ഞാൻ. അവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ആ കുട്ടിയാണോ മോള്? അയ്യോ, ഞാനല്ലേ ആ ഭാഗ്യം കിട്ടവള്. അദ്ദേഹം സ്നേഹിക്കുന്നതേ വലിയൊരു കോടീശ്വരിയാ. ജോലി ചെയ്യുന്ന കമ്പനി MD വീണ വിഷ്ണു. അവക്ക് വീണയുടെ വിഷ്ണു ലോക, അതല്ലേ അങ്ങനെ ഒരു പേര്, വീണ വിഷ്ണു. എന്താ മേഡം ഇത്? ദിവസം മുഴുവൻ ആ ഹോട്ടൽ മുറിയിൽ ഇരുന്നിട്ടും മേഡം പറഞ്ഞ കസ്റ്റമറും വന്നില്ല, മേഡവും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ബ്രേക്ക്ഫാസ്റ്റോ ഊണോ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ. അയ്യോ, അതെന്താ ഊണ് കഴിക്കാഞ്ഞേ? ഞാൻ ഊണ് കഴിക്കുന്ന സമയത്താണ് ആ കസ്റ്റമർ വരുന്നതെങ്കിലോ ദാറ്റ് വിൽ ക്രിയേറ്റ് എ ബാഡ് ഇമേജ് ഫോർ മീ. മേഡം പറഞ്ഞതുകൊണ്ട് എൻ്റെ മൊബൈൽ ഞാൻ അപ്പോഴേ ഓഫ് ചെയ്ത് വെച്ചതാ. ദേ ഇപ്പോഴും ഓൺ ചെയ്തിട്ടില്ല. പലതവണ ഹോട്ടൽ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു. മേഡത്തിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ്. ഇവിടുത്തെ ലാൻഡ് ലൈൻ ത്രൂ ഔട്ട് എൻഗേജ്ഡ്. ഇതല്പം ക്രൂരമായി പോയി മേഡം. ഓ, ഐ എം എക്സ്ട്രീംലി സോറി സുധീഷ്. സിറ്റിയിലെത്തിയത് ഒരു മുംബൈ പാർട്ടിയാ. അയാൾ എന്നെ ചതിച്ചതാ. എന്ന് വെച്ചാ നമ്മുടെ കമ്പനിയുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ ഹോട്ടൽ മുറിയിൽ ഇരുന്നാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പും കൂടാതെ അയാൾ ഇങ്ങോട്ട് കയറി വന്നു. ഹോട്ടലിൽ സുധീഷ് കാത്തിരുന്നത് വെറുതെയായി. അയാൾ വന്നപ്പോൾ ഡിസ്റ്റർബൻസ് വേണ്ടെന്ന് കരുതി ഞാൻ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്തു. ലാൻഡ് ലൈനിന്റെ റിസീവർ മാറ്റിവെച്ചു. ഇതൊക്കെയാ സംഭവിച്ചത്. ഐ ഫീൽ വെരി സോറി. ഓക്കെ മേഡം, നമുക്ക് ഓർഡർ കിട്ടൂലല്ലേ? ആ, ഉറപ്പായിട്ടും കിട്ടും. അവര് മെയിൽ അയക്കാന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. ഓ, എന്തായാലും ഇന്നത്തെ ദിവസം പോയി. തിങ്ക് പോസിറ്റീവ്. എന്നാ ഞാൻ പോയിക്കോട്ടെ മേഡം, വല്ലാതെ ടയർഡാ.
സുധീഷ്, ഈ മാഡം വിളി ഒന്ന് ഒഴിവാക്കണം. കോൾ മീ വീണ. ഓക്കെ, പക്ഷേ വീണ എന്തിനാ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്? അതൊരു ബിസിനസ് സീക്രട്ടാ. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഇനി അത് ഓൺ ചെയ്തോളൂ. ഹലോ. ഔ, ഇപ്പോഴെങ്കിലും ഒന്ന് വെളിച്ചത്ത് വന്നല്ലോ. ഇത്രയും നേരം മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച് ഹോട്ടലിൽ എന്ത് ചെയ്യായിരുന്നു? ഒന്ന് കേക്കട്ടെ. ഞാൻ ഹോട്ടലിലായിരുന്നു നിന്നോട് ആരാ പറഞ്ഞത്? ഓ, ഇനിയിപ്പൊ പറഞ്ഞ ആളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഹാജരാക്കാൻ ഞാൻ ചോദിച്ചതിന് ഉത്തരം തരണോ എനിക്ക്? ഒന്നും പറയണ്ട എന്റെ പൊന്നാൻ, അങ്ങനെയൊക്കെ പറ്റിപ്പോയി. പറ്റിപ്പോയല്ലേ? ഇതിങ്ങനെ തുറന്നു പറയാൻ നിനക്ക് ഒരു ചളുപ്പും ഇല്ലല്ലോ. നീ എന്തൊക്കെയാ പറഞ്ഞേ? മീറ്റിംഗ് സമയത്ത് മൊബൈൽ ഓഫ് ചെയ്യണമെന്ന് വീണ പറഞ്ഞു, അതാ അങ്ങനെ. ഓഹോ, ഒറ്റ ഒരു പകലുകൊണ്ട് മാഡം എന്നുള്ള വിളിയൊക്കെ മാറി വീണാന്നായി. ഹാ, ഇനി ഒരാഴ്ച കൂടെ കഴിയുമ്പോ വീണാമോളെന്നാവുമല്ലോ. നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. ആരാ സുധീഷ്? അത് വർഷയാ. ഇങ്ങി തരൂ. ഹലോ, ഞാൻ വീണയാ. കേട്ടിട്ടെന്തോ വഴക്കാണെന്ന് തോന്നുന്നു. അല്ലടി, പഞ്ചാര വർത്താനം പറഞ്ഞതാ. ഇത്തിരി കൂടി സംസ്കാരത്തോടെ സംസാരിച്ചൂടെ? ഓ, ഹോട്ടൽ മുറിയിൽ അഴിഞ്ഞാടിയിട്ട് നീ എന്നെ സംസ്കാരം പഠിപ്പിക്ക? നിന്റെ സംസ്കാരം പഠിക്കാൻ ഞാൻ അങ്ങോട്ട് വരാം. വർഷ, അത് ശരി. അപ്പൊ സുധീഷ് അങ്ങനെ തരംതാന്ന ആളാണെന്നാ വിചാരിച്ചിരിക്കുന്നത്? എങ്കിൽ പിന്നെ എന്തിനാ സുധീഷിനെ വർഷ സ്നേഹിക്കുന്നേ? വൈ ഡു യു ട്രൈ ടു പൊസസ് യു? എനിക്ക് വേണ്ടടി, നീ തന്നെ അങ്ങ് എടുത്തോ. നിന്റെ പുതിയ കാമുകന് നിന്റെ കാശാണ് വേണ്ടതെങ്കിൽ ആയിക്കോട്ടെ. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. കട്ട് ചെയ്തു. എന്തൊരു ലോ ക്ലാസ് കൾച്ചറാ ഇത്. സുധീഷിനെ പോലുള്ളൊരു ജെന്റിൽമാൻ എങ്ങനെ അകപ്പെട്ടു പോയി ഇതില്? എനിവേ, ടോട്ടലി ഐ ഫീൽ സോറി ഫോർ എവറിത്തിങ്. സുധീഷ് വല്ലാതെ ടയർഡാണെന്ന് എനിക്കറിയാം. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം വീട്ടില്. പ്ലീസ് കം സുധീഷ്. ഒരു ചെറിയ ഡിപ്രഷൻ വരുമ്പോ ഇങ്ങനെ തളർന്നാലോ? പിന്നെങ്ങനെയാ ഒരു വലിയ കമ്പനിയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കാൻ പോന്നെ? ധൈര്യമായിട്ടിരിക്കൂ, കൂട്ടിന് ഞാനുണ്ടല്ലോ. വരൂ. മോളെ, എന്താ നീ കാട്ടണ? ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? അതെ, എനിക്ക് ഭ്രാന്താ. എനിക്ക് ഭ്രാന്ത് പിടിക്കില്ലെങ്കിൽ എന്താ കാര്യം ഏട്ടനോടോ അച്ഛനോടോ പറയാതെ ഞങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുക? എന്തിനാ നീ ഏട്ടൻ ഇങ്ങനെ സങ്കടപ്പെടുത്തണേ? മോക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യണേ? ഇതാ നോക്ക്, എന്ത് പ്രശ്നമാണെങ്കിലും ഏട്ടൻ പരിഹരിച്ചു തരും. ഏട്ടൻ വാക്ക് പറഞ്ഞാൽ അത് നടത്തി തരുന്നു മോക്കറിയാലോ. അതുകൊണ്ട് തൽക്കാലം കരച്ചിലൊക്കെ നിർത്തി ഭക്ഷണം കഴിക്കാൻ വാ. മോള് കഴിച്ചിട്ട് വേണം അച്ഛന് കൊടുക്കാൻ. എനിക്ക് വേണ്ട, അച്ഛൻ കൊടുത്തോ. നീ കഴിച്ചില്ലേ പിന്നെ ഈ വീട്ടിൽ ആരും ഭക്ഷണം കഴിക്കില്ല, അതറിയാലോ നിനക്ക്. ഒരു ദിവസം എന്നെ അച്ഛനും പട്ടിണി കിട്ട് മറന്നോ മോള്? ഏട്ടന് പട്ടിണി ഒന്നൊരു പുത്തരിയല്ല, പക്ഷെ വയ്യാത്ത അച്ഛനെ കഷ്ടപ്പെടുത്തരുത് മോള്. നീ വാ. ഏട്ടൻ നോക്കിക്കോ, എന്നെ സങ്കടപ്പെടുത്തിയ ആരെ വെറുതെ വിടില്ല ഞാൻ. അതിന് പിന്നെ ഏട്ടനില്ലേ ഇവിടെ? നിന്നെ ആരെങ്കിലും സങ്കടപ്പെടുത്തി അവനെ പൊക്കിയെടുത്ത് നടുവൊടിച്ച് പൊട്ടക്കിണറ്റിലേറിയേട്ടൻ. എന്ത് പറ്റി? എന്താണ് നീ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഉറങ്ങാറായില്ലേ നിനക്ക്? എന്താണ് നിനക്ക് പറ്റിയേ? അമ്മ, അച്ഛൻ പറയാ ഇവിടെ വന്ന ആ കുട്ടി പാവമാണെന്ന്. എപ്പോ പറഞ്ഞു? ഇന്ന് ഉച്ചയ്ക്ക്. ശരിക്കും ആ കുട്ടി അച്ഛന്റെ മോളാണോ അമ്മേ? എന്റെ ഈശ്വര, അങ്ങനെ പറഞ്ഞു അച്ഛൻ നിന്നോട്? അങ്ങനെയല്ല പറഞ്ഞത്. മോനാ കുട്ടിയെ ഉപദ്രവിക്കാൻ പാടില്ല, അതൊരു പാവം കുട്ടിയാ, അതിന് അമ്മയുടെ അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടില്ല, അതിന്റെ അമ്മ മരിച്ചുപോയി, അങ്ങനെയൊക്കെയാ പറഞ്ഞത്. അപ്പോ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്? എന്റെ ഈശ്വരന്മാരെ, എനിക്കിനി ചത്താ മതി, ജീവിക്കണ്ട എനിക്ക്. അമ്മേ, കരയാതെ അമ്മേ. ആ, പിന്നെ തുടങ്ങിയോ? ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? പ്രതിഭ ഇവനോടൊന്ന് ഉച്ചയ്ക്ക് പറഞ്ഞ്. എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞത്? അവനോട് ചോദിക്കണ്ട, ഞാൻ പറയാം. മോനെ ആ കുട്ടി ഉപദ്രവിക്കാൻ പാടില്ല, അതൊരു പാവം കുട്ടിയാ, അതിന് അമ്മയുടെ അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടില്ല, അതിന്റെ അമ്മ മരിച്ചുപോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? സത്യം പറ. ആ, പറഞ്ഞു. അതിനാണോ നീ ഇങ്ങനെ കരഞ്ഞു കാണിക്കുന്നത്?
ഇതൊക്കെ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ലേ? എന്നോട് പറഞ്ഞു. പറഞ്ഞു. എന്നിട്ട് നീ സമ്മതിച്ചല്ലേ ആ കുട്ടി ഇനി ഇവിടെ വരുമ്പോ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം? അത് എനിക്കെന്ത് സ്നേഹം? എനിക്കൊരു സ്നേഹമില്ല. ഞാനും എന്റെ മോനും മതി പ്രതിഭേട്ടന്. മറ്റാരും പ്രതിഭേട്ടനെ സ്നേഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വാടിക്കൂട്ട്. അമ്മേ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. ഞാൻ പകല് മുഴുവൻ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച് ആ ഹോട്ടലിൽ കാത്തിരുന്നു എന്നുള്ളത് സത്യം തന്നെ. ആഹാരം പോലും കഴിക്കാതെ ഒറ്റയ്ക്കുള്ളൊരു കാത്തിരിപ്പ്. അത് വീണ മേഡം പറഞ്ഞതുപോലെ ഒരു മുംബൈ കസ്റ്റമർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അല്ലാതെ വർഷ പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്റെ നെഞ്ചിൽ കുത്തിയിട്ടാണ് അവള് പോയത്. എന്റെ മുഖത്ത് നോക്കി ഒരമ്മയോട് പറയാൻ പാടില്ലാത്ത ഒക്കെ അവള് പറഞ്ഞു. അമ്മേ, ആരോ വർഷയെ തെറ്റിദ്ധരിപ്പിച്ചതാ. പാവം, അത് വിശ്വസിച്ചു പോയിട്ടുണ്ടാവും. പാവോ അവളോ? മനുഷ്യവർഗത്തിൽപ്പെട്ടതല്ല അവള്. ഞാൻ നിന്റെ അമ്മയാണെന്നും വയ്യാത്തതാണെന്നും ഒക്കെ അറിഞ്ഞോണ്ടല്ലേ ഇത്രയും ക്രൂരമായിട്ട് അവൾ എന്നോട് സംസാരിച്ചത്. ഏത് നിമിഷം തല ഇറങ്ങി വീഴുമെന്ന് പേടിച്ച ഞാൻ തലയടിച്ചു വീണ് ഞാൻ അവളുടെ മുന്നിൽ തന്നെ ചത്തിരുന്നെങ്കിലോ? ഇങ്ങനെ ഒരുത്തിയാണോടാ നീ സ്നേഹിച്ചത്? ഇവളെയാണോ താലി കെട്ടി നീ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്? എങ്കിൽ അന്ന് തന്നെ നിനക്ക് നിന്റെ അമ്മയുടെ ശവം എടുക്കേണ്ടതായിട്ട് വരും. നെഞ്ചു പൊള്ളി അമ്മയെ പറയുന്നേ. എങ്ങനെയെങ്കിലും നീ എന്നെ ആദ്യം കൊല്ല്, എന്നിട്ട് മതി അവളെ കല്യാണം കഴിക്കുന്നത്. ഒരു പിശാചിന്റെ കൂടെ എന്റെ മോൻ ജീവിക്കുന്നത് കാണാൻ എന്തായാലും ഈ അമ്മ ഉണ്ടാവില്ല. ദൈവമായിട്ടാ അവളെ എന്റെ മുന്നിൽ എത്തിച്ചത്, അവളുടെ വിശ്വരൂപം കാട്ടിത്തരാൻ. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്താ ചെയ്യാ? ആരോ എന്നെ പറ്റി അപവാദം പറഞ്ഞപ്പോ ആ ദേഷ്യത്തിൽ ഓടി വന്നതായിരിക്കും അവള്. അവളെന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു വെച്ച് അമ്മ ഇങ്ങനെ വിഷമിച്ച ദേഷ്യം വന്ന അവള് പറഞ്ഞതൊക്കെ നീയും എന്റെ മുഖത്ത് നോക്കി പറയുവോ? ചോദിച്ചതിന് ഉത്തരം പറ, നീ അങ്ങനെ പറയുവോന്ന്. ഇല്ല. നീ അങ്ങനെ പറയാത്തത് അമ്മയുടെ വില എന്താണെന്ന് നിനക്ക് അറിയാവുന്നതുകൊണ്ടാ. പക്ഷേ അവക്കതറിയില്ല. ചന്ദ്രനെ വേണോന്ന് പറഞ്ഞാല് പിടിച്ചു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഏട്ടനുണ്ടല്ലോ അവൾക്ക്. അയാൾ അവളെ വഷളാക്കിയത്. ഇനി അയാളുടെ മുഖത്തായിരിക്കും അവളുടെ കൈ വീഴുന്നേ. നീ നോക്കിക്കും, അത് സംഭവിക്കും. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു മരുമോളെ വേണ്ട. ഇത് അമ്മയുടെ അവസാന വാക്കാ. ഇതാ മോളെ കാപ്പി. എങ്ങട്ടാ നീ പോകുന്നത്? എന്താ കാര്യം പറ. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാ. പോവേ? ഈ വീട്ടിൽ നിന്ന് പോവേ? എങ്ങോട്ട്? എന്തിന്? ഏട്ട എന്നോട് ക്ഷമിക്കണം. സുധീഷ് എന്നയാളും ഞാനും 2 വർഷമായിട്ട് സ്നേഹത്തില. കല്യാണത്തിനുള്ള എല്ലാ പ്ലാനിങ്ങും സുധീഷ് നടത്തിയതാ. എന്നിട്ടിപ്പോ എന്നെ ചതിച്ച് വേറൊരു പെണ്ണിന്റെ കൂടെ പോകാനുള്ള ശ്രമത്തില. സമ്മതിക്കില്ല, ഞാൻ ചത്താലും സമ്മതിക്കില്ല. അതിന് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നു? നേരെ സുധീഷിന്റെ വീട്ടിലോട്ട് ചെല്ലാൻ പോവാ. ഇറക്കി വിടാൻ നോക്കിയ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തും ഞാൻ. എന്നിട്ട് അവരുടെയൊക്കെ മുന്നിൽ വെച്ച് സുധീഷിനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കും. അതിനുള്ള തന്റെ ഇടമൊക്കെ ഏട്ടന്റെ ഈ അനിയത്തിക്കുണ്ട്. മോളെ, ചേട്ടൻ പറയുന്നൊന്ന് കേൾക്ക്. എടുത്തു ചാടി ഒന്നും ചെയ്യല്ല നീ. അച്ഛന്റെ സൽപ്പേരിന് കളങ്ങുണ്ടാക്കണൊന്നും നമ്മളായിട്ട് ചെയ്യരുത്. അച്ഛന്റെ സൽപ്പേര് നോക്കിയിരുന്നാലേ എന്റെ സൽപ്പേര് പോവും, എന്റെ ജീവിതവും പോവും. അതുകൊണ്ട് ഏട്ടൻ എന്നെ വെറുതെ വിട്. ഇപ്പൊ വേറെ ഒരു കാര്യം എന്റെ തലയിൽ കേറില്ല. മോളെ, ഏട്ടൻ നിന്നെ സഹായിക്കാം. പക്ഷെ നീ എടുത്തു ചാടരുത്. ഞാൻ എടുത്ത് ചാടിക്കഴിഞ്ഞു. ഇനി അവിടെ ചെന്നേ വീഴും. കാക്ക കണ്ടറി, കൊക്കു കൊണ്ടറി. മോളെ, മോളെ നിക്ക്, നിക്കാൻ. അച്ഛാ, ഇവളോട് പോകരുതെന്ന് പറ. അച്ഛനെ ഏട്ടനെ വിട്ട് നീ പോകരുത്. നിന്റെ കാല് പിടിക്കുക ഏട്ടൻ. ഏട്ടൻ ഇങ്ങനൊന്നും പറയണ്ട. ഇതെന്റെ ഭാവിയുടെ കാര്യം, എന്റെ മാത്രം ഭാവിയുടെ കാര്യം. അതിന്റെ തീരുമാനം എനിക്ക് ഇന്ന് തന്നെ അറിയണം. മോളെ, നീ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ ആരായാലും ഏട്ടൻ ആ കല്യാണം നടത്തി തരും. പക്ഷെ നീ ഇങ്ങനെ ഒരു അനാഥയെ പോലെ ആ വീട്ടിൽ ചെന്ന് കയറരുത്. നിന്നെ വളർത്തി ഇത്രയും ആക്കിയത് ഇങ്ങനൊരു ഇറങ്ങിപ്പോക്ക് കാണാനാണോ മോളെ? ഞാൻ ഇതൊന്നും മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. അങ്ങനെയൊക്കെ ആയിപ്പോയി കാര്യങ്ങള്. എനിക്കിനിപ്പോ പോയേ പറ്റൂ. അനുഗ്രഹിച്ചില്ലേലും അച്ഛനും ഏട്ടനും എന്നെ ശപിക്കരുത്. ഒരു ദിവസം, ഒരൊറ്റ ദിവസത്തെ സമയം എനിക്ക് താ. അയാളോട് സംസാരിച്ച് സത്യാവസ്ഥ അറിഞ്ഞ് നിന്റെ അടുത്തെത്തിക്കും ഏട്ടൻ അയാളെ.
എന്റെ അനിയത്തെ ചതിച്ചിട്ട് ഒരുത്തിനും പിന്നെ ഈ ഭൂമിയിൽ വാഴാൻ ഏട്ടൻ അനുവദിക്കില്ല. എങ്കിൽ ഏട്ടൻ എന്റെ കൂടെ വാ. അന്ന് എസ് ഐയെ പൊക്കിയെടുത്ത് ജീപ്പിന്റെ മുകളിലിട്ട് ആ കരുത്ത് ഏട്ടന്റെ നെഞ്ചിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ സുധീഷിനോട് ചോദിക്കാൻ എന്റെ കൂടെ വാ.